ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻ ഓഫ് സെറ്റ്സിൽ യൂണിയൻ ഓഫ് സെറ്റ്സ് ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. +1 +2 മാത്തമാറ്റിക്സ് വീഡിയോ ക്ലാസ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യൂ. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. The difference of the set A and B in order A difference B is the set of elements which belong to A but not to B. So A difference B is the set obtained by writing elements of A which are not in B. അപ്പോൾ A-B എന്ന സെറ്റ് എഴുതുമ്പോൾ എയിലെ മാത്രമുള്ള എലമെന്റ്സ് എഴുതുക. ആ എലമെന്റ്സ് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. വി റൈറ്റ് ഇതേ രീതിയിൽ നമ്മൾ എഴുതും. റീഡ് ചെയ്യേണ്ടത് A-B എന്നാണ്. ഇൻ സെറ്റ് ബിൽഡർ ഫോം A-B ഈക്വൽ ടു set of all x such that x belongs to A and x not belongs to B. അപ്പോൾ A-B യിൽ ഉള്ള ഒരു എലമെന്റ് എക്സിൽ ഉണ്ടാകും but not in B. Then what is B-A? B-A equal to set of all x such that x belongs to B and x not belongs to A. എയിൽ ഉണ്ടാകില്ല ബട്ട് ബിയിൽ ഉണ്ടാകും. കൺസിഡർ എക്സാമ്പിൾ. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. ഫൈൻഡ് A-B ആൻഡ് B-A. ഫസ്റ്റ് ഫൈൻഡ് A-B. എ റൈറ്റ് A-B. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എയിൽ മാത്രമുള്ള എലമെന്റ് എടുത്തെഴുതണം. 1 ബിയിലുണ്ടോ? ഇല്ല. 2 ബിയിലുണ്ട്. അപ്പൊ B2 നമുക്ക് എഴുതാൻ സാധിക്കില്ല. 3 ബിയിലില്ല. അപ്പൊ നമുക്ക് A-Bയിൽ 3 എഴുതാം. 4 ബിയിൽ 4 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 4 എഴുതാൻ കഴിയില്ല. 5 ബിയിലില്ല. ഹെൻസ് റൈറ്റ് 5 ഇൻ A-B. 6 ബിയിലുണ്ട്. അപ്പോ 2, 4, 6 ബിയിലെയും എലമെന്റ്സ് ആണ്. അതുകൊണ്ട് A-Bയിൽ 2, 4, 6 എഴുതാൻ കഴിയില്ല. അപ്പൊ A-Bയിലെ എലമെന്റ്സ് ഏതൊക്കെയാ? 1, 3, 5. അത് എയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എയിലെ എലമെന്റ്സ് ചെക്ക് ചെയ്യുക. ആ എലമെന്റ്സ് ബിയിൽ ഉണ്ടെങ്കിൽ ആ എലമെന്റ്സ് ഒഴിവാക്കി എയിൽ മാത്രമുള്ള എലമെന്റ്സ് എടുത്തെഴുതുക. നെക്സ്റ്റ് റൈറ്റ് B-A. ബി ആൻഡ് എ രണ്ട് സെറ്റും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഓരോ എലമെന്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യുക. 2 ഈ സെറ്റിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് 2 ഒഴിവാക്കുക. 4ഉം ഈ സെറ്റിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് 4ഉം ഒഴിവാക്കുക. 6ഉം ഈ സെറ്റിലെ എലമെന്റ് ആയതുകൊണ്ട് 6 നമുക്ക് B-Aയിൽ എഴുതാൻ കഴിയില്ല. 8 എയിലെ എലമെന്റ് അല്ല. അതുകൊണ്ട് B-Aയിലെ ഒരു എലമെന്റ് ആണ് ഏത് വരിക? 8 വരിക. ഹെൻസ് ഈക്വൽ ടു സെറ്റ് 8. അപ്പോൾ A-Bയും B-Aയും ഇങ്ങനെയാണ് എഴുതുക.
അപ്പോൾ ഫസ്റ്റ് വരുന്ന സെറ്റിൽ മാത്രമുള്ള എലമെന്റ് എടുത്തെഴുതിയാൽ നമുക്ക് എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് എ കിട്ടും. The difference of two sets can be represented by a Venn diagram as universal set represented by rectangle A B circles ആയിട്ട് വരച്ചു. എയിൽ മാത്രമുള്ള എലമെന്റ്സ് അല്ലെ, എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ ആണ് വരിക. അതില് ഈ പോർഷൻ ഏതിലും കൂടി ഉണ്ട്, ബിയിലും കൂടെ ഈ പോർഷൻ ഉണ്ട്. അപ്പൊ എയിൽ മാത്രമുള്ള എലമെന്റ്സ് എവിടെ ഉണ്ടാകുക, ഈ ഷെയ്ഡ് ചെയ്ത പോർഷനിലാണ് എ മൈനസ് ബി വരിക. അപ്പോ ബി എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഈ ഒരു പോർഷൻ ഒഴിവാക്കി ഇവിടെ മാത്രം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എ മൈനസ് ബി കിട്ടും. ദെൻ ബി മൈനസ് എ എന്തായിരിക്കും, ബി മാത്രം. ഇതാണ് ബി എന്ന് പറഞ്ഞ സർക്കിള്. അതില് എ എന്ന് പറഞ്ഞ സർക്കിൾ ഇതാ ഇതിലൂടെയാണ്. അപ്പൊ ഈ ഒരു പോർഷൻ ഒഴിവാക്കണം, എന്നിട്ട് ഈ ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. നോക്ക, എന്റെ ഈ പോർഷൻ ബിയിൽ നിന്നും ഒഴിവാക്കി ബിയിൽ മാത്രം വരുന്ന ആ പോർഷൻ ഇതാണ്, അതാണ് ബി മൈനസ് എ. അപ്പോൾ എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. This in the case of any sets. Next, if A and B are disjoint, അപ്പൊ ഇങ്ങനെ ജോയിന്റ് അല്ലാത്ത കേസിൽ എങ്ങനെയായിരിക്കും എ മൈനസ് ബിയും ബി മൈനസ് എയും വരിക? അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എ ബി ഡിസ്ജോയിന്റ് സെറ്റ്സ് ആവുമ്പോൾ വെൻ ഡയഗ്രാം ഈ രീതിയിലാണ് വരക്കുക. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാല് ബി ഒഴിവാക്കാനില്ല, എ കംപ്ലീറ്റ് വരും അല്ലെ, അതിൽ ബിയുടെ ഒരു പോർഷനും വരുന്നില്ല. അപ്പൊ എ മൈനസ് ബി ഈക്വൽ ടു ദിസ് പോർഷൻ. അപ്പൊ എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ വാട്ട് ഈസ് എ മൈനസ് ബി? എ മൈനസ് ബി ഈക്വൽ ടു എ. അപ്പൊ നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം, എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു എ. Then what is ബി മൈനസ് എ? നോക്കാം, എയിലെ പോർഷൻ ഇതിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എയിലെ പോർഷൻ ഒന്നും വരാത്തത് കൊണ്ട് ബി മൈനസ് എ ഈക്വൽ ടു ബി. അപ്പൊ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു എ ആൻഡ് ബി മൈനസ് എ ഈക്വൽ ടു ബി. നെക്സ്റ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, അപ്പൊ സബ്സെറ്റ്സ് നമ്മൾ എങ്ങനെയാ വെൻ ഡയഗ്രത്തിൽ വരക്കുക? ബി ആണ് സൂപ്പർ സെറ്റ്, അപ്പൊ ബി ആണ് വലിയ സെറ്റ് വരിക. അപ്പൊ ബി വരച്ച് അതിനകത്താണ് ഏത് വരക്കുക? എ വരക്കുക സബ്സെറ്റ് ആകുമ്പോൾ. അപ്പോ ബി, അതിന്റെ അകത്ത് എ. അപ്പൊ ഇവിടെ ഏതാ ബി? ബി മൈനസ് എ. ഇത്രയും പോർഷൻ ഈ വലിയ സർക്കിള് ബി ആണ്, അതിൽ നിന്നും എയുടെ പോർഷൻ ഒഴിവാക്കണം. അപ്പൊ എയുടെ സർക്കിൾ ഏതാണ്? ഈ ചെറിയ സർക്കിൾ ആണ്. അപ്പൊ ബിയിൽ നിന്നും ഈ ചെറിയ സർക്കിള് ഒഴിവാക്കണം. അപ്പൊ ഈ മിഡിലുള്ള ഈ പോർഷനാണ് ഏത് വരിക? ബി മൈനസ് എ വരിക. മിഡില് ഈ റെഡ് ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ബി മൈനസ് എ വരിക. അതായത് ബിയിൽ നിന്നും ഈ ചെറിയ സർക്കിൾ ഒഴിവാക്കിയാൽ കിട്ടുന്ന ഈ ഒരു പോർഷനാണ് ബി മൈനസ് എ വരുന്നത്. ഇതിൽ എ മൈനസ് ബി എന്തായിരിക്കും? ഇത് മൊത്തം ബിയുടെ പോർഷനാണ്. അപ്പൊ ആ ബിയുടെ പോർഷനിൽ തന്നെയാണ് ഏത് വരിക? എ വരിക. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റും ഏതിലുണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. അപ്പൊ എ മൈനസ് ബി ഈക്വൽ ടു എന്താ വരിക? അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കില്ല. എയിൽ മാത്രമുള്ള എലമെന്റ് ഉണ്ടായിരിക്കില്ല. എയിലുള്ള എല്ലാ എലമെന്റും ഏതിലുണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. അതുകൊണ്ട് എയിൽ മാത്രമായി ഒരു എലമെന്റ് ഉണ്ടാകില്ല. ഹെൻസ് എ മൈനസ് ബി ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. Problems. A equal to set 2, 6, 10, 14. B equal to set 3, 7, 11, 15. Find A minus B and B minus A. First A minus B. A യിൽ മാത്രമുള്ള എലമെന്റ് 2,
ബിയിലില്ല, 6 ഇല്ല, 10 ഇല്ല, 14 ഇല്ല. അപ്പോൾ എയിലുള്ള ഈ എലമെന്റ്സ് ഒന്നും ഏതിലില്ല? ബിയിലില്ല. അപ്പോൾ സെറ്റ് 2, 6, 10, 14. വാട്ട് ഈസ് ദിസ് സെറ്റ്? എ. അപ്പൊ എ മൈനസ് ബി ഈക്വൽ ടു എ. Then b minus a 3, 7, 11, 15. ഈ എലമെന്റ്സ് ഒന്നും ഏതിലില്ല? എയിലില്ല. അപ്പൊ b minus a ഈക്വൽ ടു 3, 7, 11, 15 ഈക്വൽ ടു b. രണ്ട് സെറ്റ്സ് ഒന്ന് നോക്കൂ. കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ രണ്ട് സെറ്റ്സിൽ കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിൽ ദാറ്റ് സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. അപ്പോൾ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. അപ്പോ നമ്മൾ വെൻ ഡയഗ്രത്തിൽ വെരിഫൈ ചെയ്തതാണ് ഡിസ്ജോയിന്റ് സെറ്റ്സിന്റെ കേസിൽ എ മൈനസ് ബി ഈക്വൽ ടു എയും ബി മൈനസ് എ ഈക്വൽ ടു ബിയും. നമുക്ക് ഈ എക്സാമ്പിളിലും അതേ രീതിയിലാണ് കിട്ടുന്നത്. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8. ബി ഈക്വൽ ടു 2, 4, 6, 8. 2, 4, 6, 8. ബിയിലെ എലമെന്റ്സ് ഒക്കെ ഏതിലെ എലമെന്റ്സ് ആണ്? എയിലെ എലമെന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. അപ്പൊ സബ്സെറ്റ് ആണെങ്കിൽ അതും നമ്മൾ വെൻ ഡയഗ്രത്തിൽ വെരിഫൈ ചെയ്തു. സബ്സെറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. എ മൈനസ് ബി, എ ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8 മൈനസ് ബി. അപ്പൊ എയിൽ മാത്രമുള്ള എലമെന്റ്സ് എഴുതുക. 1 ഇതിലില്ലാലോ. അപ്പൊ 1, 2, 4, 6, 8 ഉണ്ട്. അപ്പൊ ഇല്ലാത്ത എലമെന്റ്സ് ഏതാ? ബിയില് 1, 3, 5, 7. അത് ഈ സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ്. 1, 3, 5, 7. നെക്സ്റ്റ് ബി മൈനസ് എ 2, 4, 6, 8 മൈനസ് 1, 2, 3, 4, 5, 6, 7, 8. 2 ഇവിടെയുണ്ട്, 4 അതും ഇവിടെയുണ്ട്, 6ഉം ഉണ്ട്, 8ഉം ഉണ്ട്. അപ്പൊ ഈ സെറ്റിൽ മാത്രമുള്ള എലമെന്റ്സ് ഇല്ല. അപ്പൊ എലമെന്റ്സ് ഇല്ലെങ്കിൽ that set is empty set. അപ്പോ ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ ബി മൈനസ് എ ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. അപ്പോൾ ബി സബ്സെറ്റ് ഓഫ് എ then ബി മൈനസ് എ ഈസ് an empty set. അപ്പൊ ചെറിയ സെറ്റ് മൈനസ് സൂപ്പർ സെറ്റ് ഈക്വൽ ടു എംപ്റ്റി. Next section, complement of a set. Let U be the universal set and A subset of U. Then the complement of A is the set of all elements of U which are not the elements of A. So, complement of A is the set obtained by writing elements of U which are not in A. അപ്പോൾ എയിലുള്ള എലമെന്റ്സ് എഴുതാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എഴുതുക. അപ്പോൾ നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ കിട്ടും. കോംപ്ലിമെന്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ എ കോംപ്ലിമെന്റ്, എ ഡാഷ്, എയുടെ പവറായിട്ട് ഒരു ഡാഷ് ഇടും. അങ്ങനെയാണ് കോംപ്ലിമെന്റ് ഓഫ് എ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻ സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും സെറ്റ് ബിൽഡർ ഫോം? വിച്ച് ആർ എലമെന്റ്സ് ഓഫ് യു, ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പൊ എയിൽ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് എന്തായിരിക്കും? നമ്മൾ ഡിഫറൻസിന്റെ ഫോമിൽ എഴുതിയാൽ എന്താ കിട്ടുക? യുയിൽ ഉണ്ടാകണം, എയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ. എക്സാമ്പിൾ, ലെറ്റ് യു ഈക്വൽ ടു 1 to 10 elements. A equal to 1, 3, 5, 7, 9.
ഫൈൻഡ് എ കോംപ്ലിമെന്റ്. എ 1 3 5 7 9 കോംപ്ലിമെന്റ്. അപ്പൊ എയിലുള്ള ഇത്രയും എലമെന്റ്സ് എഴുതാൻ പാടില്ല. അപ്പൊ ഈ കോംപ്ലിമെന്റ് പവർ ആയിട്ടാണല്ലോ നമ്മൾ എഴുതുക. അപ്പൊ അതിന്റെ താഴെയുള്ള എലമെന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ 1ഉം 3ഉം 5ഉം 7ഉം 9ഉം എഴുതാതിരുന്നാൽ റിമൈനിങ് എലമെന്റ്സ് ഏതൊക്കെയാ? 2 4 6 8 10. ദിസ് ഈസ് കോംപ്ലിമെന്റ് ഓഫ് എ. എയിലുള്ളത് ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ നമ്മളൊന്ന് പഠിച്ചാൽ നെക്സ്റ്റ് ഇൻ വെൻ ഡയഗ്രാം. അപ്പൊ ഇതില് ഏതാണ് കോംപ്ലിമെന്റ് ഓഫ് എ? എയിലുള്ള എലമെന്റ്സ് ഒന്നും കോംപ്ലിമെന്റിൽ ഉണ്ടാകില്ല. അപ്പൊ ഇത് എന്ന് പറഞ്ഞ സെറ്റിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾ ആണ്. അപ്പൊ ഇതൊഴികെ ബാക്കിയുള്ള പോർഷൻ, അപ്പൊ ഈ റെഡ് ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് ഇത് വരിക കോംപ്ലിമെന്റ് ഓഫ് എ. എ ഉണ്ടാകില്ല. അപ്പൊ ഈ സർക്കിള് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കുക. ബാക്കി വരുന്ന ഈ റെഡ് പോർഷൻ ആണ് എ കോംപ്ലിമെന്റ് ആവുക. സം പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്. എ യൂണിയൻ എ ഡാഷ്. നമുക്ക് ഈ വെൻ ഡയഗ്രാം വെച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. എ യൂണിയൻ എ കോംപ്ലിമെന്റ്. വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിള്, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഔട്ട്സൈഡ് ഈ റെഡ് ഷെയ്ഡ് ചെയ്ത പോർഷൻ. അപ്പൊ ഈ സർക്കിളും റെഡ് പോർഷനും ചേർന്നാൽ ഏതാകും? യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. ദെൻ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ എ ഡാഷ്? എ എന്ന് പറഞ്ഞ സർക്കിള്, എ ഡാഷ് റെഡ് പോർഷൻ ഉണ്ടോ? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ റെഡ് പോർഷൻ ഇങ്ങനെ ഇങ്ങോട്ടാറ്റം വരുന്നുണ്ടോ? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത് അല്ലെ? ഈ വൈറ്റ് പോർഷനും റെഡ് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു റീജിയൻ എക്കോ എ ഡാഷിനോ ഇല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് എ ഡാഷ് ഹോൾ ഡാഷ്. ഈ റെഡ് പോർഷൻ ആണ് എ ഡാഷ് വരിക. അതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ ഡാഷ് ഒഴിവാക്കിയാൽ കിട്ടുന്ന പോർഷൻ അല്ലേ, അതേതാണ്? എ ആണ്. അപ്പൊ എയുടെ കോംപ്ലിമെന്റ് എ ഡാഷ്, എ ഡാഷിന്റെ കോംപ്ലിമെന്റ് എന്താണ്? എ ആണ്. ഈ യുവിന്റെ ബാക്കിയുള്ള പോർഷൻ, ഈ റെഡിന്റെ ബാക്കിയുള്ള പോർഷൻ എന്താ വരിക? എ അല്ലേ വരിക, വൈറ്റ് പോർഷൻ അല്ലേ വരിക. അപ്പൊ എ ഡാഷ് ഹോൾ ഡാഷ് ഈക്വൽ ടു എ. യു ഡാഷ്, യു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, ഈ റെക്ടാങ്കിൾ കംപ്ലീറ്റ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താ? അങ്ങനെ ഒരു സ്പേസ് ഇല്ലല്ലോ. അപ്പൊ യു കോംപ്ലിമെന്റ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് ഫൈവ് കോംപ്ലിമെന്റ്. യുവിന് ഫൈക്ക് സ്ഥാനേ ഇല്ല, ഒരു എലമെന്റും ഫൈലില്ല. അപ്പോ ഫൈവ് കോംപ്ലിമെന്റ് പറഞ്ഞാൽ എന്താണ്? മൊത്തം യു ആയിരിക്കും. അപ്പൊ യു എന്ന് പറഞ്ഞാൽ മൊത്തം വരുന്നുണ്ട്. അപ്പം ഇല്ലാത്ത എലമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് യുവിന്റെ കോംപ്ലിമെന്റ് ഫൈവ്. ഫൈവ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത സെറ്റ് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എല്ലാം ഉള്ള യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9. എ ഈക്വൽ ടു 1 2 3 4. വെരിഫൈ ദാറ്റ് എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. A intersection A complement equal to 5. A complement whole complement equal to A. 5 complement equal to universal set. U complement equal to 5. First A union A complement. We first find out A complement. A is 1 2 3 4 complement. അപ്പോൾ കോംപ്ലിമെന്റിൽ 1 2 3 4 ഈ 4 എലമെന്റ്സ് എഴുതാൻ പാടില്ല. റിമൈനിങ് എലമെന്റ്സ് അതൊക്കെയാണ് 5 6 7 8 9. എ കോംപ്ലിമെന്റ് കിട്ടി. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എ 1 2 3 4 യൂണിയൻ കോംപ്ലിമെന്റ് 5 6 7 8 9.
യൂണിയൻ മീൻസ് എല്ലാ എലമെന്റ്സും എഴുതുക. ഈ രണ്ട് സെറ്റിലെയും എല്ലാ എലമെന്റ്സും എഴുതിയാൽ യൂണിയൻ കിട്ടും. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9. വാട്ട് ഈസ് ദിസ് സെറ്റ്? യൂണിവേഴ്സൽ സെറ്റ് U ഈക്വൽ ടു U. അപ്പൊ A യൂണിയൻ A കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. നെക്സ്റ്റ് A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ്. രണ്ട് സെറ്റ് എഴുതി. ഇന്റർസെക്ഷൻ മീൻസ് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ഏതാ കോമൺ വരുന്നത്? ഓരോ എലമെന്റും രണ്ട് സെറ്റിലും കോമൺ അല്ല അല്ലെ. ഇവിടെ 4 ഉണ്ട്, പക്ഷെ ഇവിടെ 4 ഇല്ലല്ലോ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല. ഹെൻസ് എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് A കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 5, 6, 7, 8, 9 കോംപ്ലിമെന്റ്. അപ്പോ കോംപ്ലിമെന്റിന്റെ പവർ അതിന്റെ താഴെയുള്ള ഇത്രയും എലമെന്റ്സ് എഴുതാൻ പാടില്ല. അപ്പൊ 1, 2, 3, 4 ആ എലമെന്റ്സ് ആണ് വരിക. വാട്ട് ഈസ് 1, 2, 3, 4 ഈക്വൽ ടു A? ദാറ്റ് ഈസ് വെരിഫിക്കേഷൻ. അപ്പോൾ A കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A. രണ്ട് പ്രാവശ്യം കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാൽ A ആണ് കിട്ടുക. 5 കോംപ്ലിമെന്റ്. 5 എന്ന് പറഞ്ഞ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റ്, അതിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ ഈ എലമെന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എഴുതാതിരിക്കാൻ? ഇവിടെ ഒന്നുമില്ല. അപ്പൊ യുവിലെ എല്ലാ എലമെന്റ്സും നമുക്ക് എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ഈക്വൽ ടു U. നെക്സ്റ്റ് U കോംപ്ലിമെന്റ്. ഈ എലമെന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. എന്ത് നമ്മൾ എഴുതും? ഈ എലമെന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ യുവിലെ ഈ എലമെന്റ്സ് ഒന്നും എഴുതാൻ കഴിയാത്തത് കൊണ്ട് ഒന്നും എഴുതാൻ കഴിയില്ല. ഹെൻസ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 5 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ A. 5 കോംപ്ലിമെന്റ്. അപ്പൊ 5ഉം യൂണിവേഴ്സൽ സെറ്റും കോംപ്ലിമെന്റ്സ് ആണ്. 5 കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ A. U ഇന്റർസെക്ഷൻ A നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്റർസെക്ഷൻ വരിക സബ്സെറ്റ് ആണ്, യൂണിയൻ വരിക എന്താണ്? സൂപ്പർ സെറ്റ് ആണ്. അപ്പൊ ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് ഈക്വൽ ടു A. U കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ A. വാട്ട് ഈസ് U കോംപ്ലിമെന്റ്? എംപ്റ്റി സെറ്റ്. ഇന്റർസെക്ഷൻ A. എംപ്റ്റി സെറ്റിലും എയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. എംപ്റ്റി സെറ്റിൽ എലമെന്റേ ഇല്ല. അപ്പൊ പിന്നെ കോമൺ ആയിട്ട് എലമെന്റ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് ഹോംവർക്ക് ചെയ്യുക. U ഈക്വൽ ടു ABCDEFGH. ഫൈൻഡ് കോംപ്ലിമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. അപ്പൊ A കോംപ്ലിമെന്റ്, എയും ബിയും സിയും എഴുതാൻ പാടില്ല. അപ്പൊ A കോംപ്ലിമെന്റ് ഈക്വൽ ടു DEFGH. ബി കോംപ്ലിമെന്റ് ഇത്രയും എലമെന്റ്സ് എഴുതാതിരിക്കുക. സി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ACEG എഴുതിക്കൂടാ. അപ്പോൾ ഏതൊക്കെ വരുക? BDFH വരും. അങ്ങനെ ചെയ്യാം. എയും ബിയും സിയും ഡിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സും എഴുതുക, ഇതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇതിന്റെ ഒക്കെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. താങ്ക് യു.